ഹായ് ഫ്രണ്ട്സ്, അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അത് വെറൈറ്റി ടേസ്റ്റിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു കുക്കറിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞതും 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 2 പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2-3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 3 വിസിൽ കേട്ടാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ ഇവിടെ വെന്ത് കിട്ടും. ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. കൂടെ 3-4 കാഷ്യൂ നട്ട്സും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ സവാളയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കറി മസാലയും കൂടെ ചേർത്ത് പച്ചമണം മാറുന്നവരെ നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ ഒന്ന് സെറ്റായി കിട്ടും. ശേഷം നമുക്കിതിലേക്ക് മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. മുട്ട കൂടി ചേർത്ത ശേഷം ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു വറവൽ കൂടി ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കൂടെ കടുകും 2-3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് റൈസിൻസ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മുട്ടക്കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ? ഇനി വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ, ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടിപൊളി റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.